ഹലോ, എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ஸோ ഒരു കുട്ടി കഥ சொல்லட்டுமா? എൻ്റെ മാരേജിനെ കുറിച്ച്. എന്നെയും ധരണയെയും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നവര്. ധരണ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ അനാവശ്യമായ ഇൻട്രൊഡക്ഷൻ. ധരണി ഹീസ് മൈ ഹസ്ബൻഡ്. സോ ധരണി തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നതെല്ലാം. ഞാൻ കേരള. അപ്പോൾ ധരണി എന്നെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ധരണിക്ക് കേരളവുമായിട്ട് ഒരു കണക്ഷൻ വന്നത്. അതല്ലാതെ മുന്നേ യാതൊരു കണക്ഷൻസോ കാര്യങ്ങളോ ഈവൻ മലയാളം പോലും പുള്ളിക്ക് അറിയില്ലായിരുന്നു. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പുള്ളി മലയാളം പഠിച്ചതും സംസാരിക്കാൻ തുടങ്ങിയതും ഒക്കെ. സോ എന്നെയും ധരണയും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നവര് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? അത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളിൽ ചിലവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഞങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? ഞങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു? അതൊക്കെ അറിയാം. മാരേജ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഡ്രീമും എക്സ്പെക്ടേഷൻസും ഒക്കെ ഉണ്ടാവും. എനിക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും എൻ്റെ മേക്കപ്പ് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഡ്രസ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ വേണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സ് റെഡിയാക്കാൻ, എൻ്റെ ഓർണമെന്റ്സ് അന്വേഷിക്കൽ, എൻ്റെ മേക്കപ്പ് എവിടെ ചെയ്യിക്കണം, അങ്ങനെയുള്ള പല എൻക്വയറീസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഒരുപാട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യും. ലൈഫിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണല്ലോ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്കും അത് എപ്പോഴും ഒരു മെമ്മറബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പക്ക പ്ലാൻ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷെ എൻ്റെ മാരേജ് നേരെ എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാം നേരെ ഉൾട്ടയായിട്ടാണ് എൻ്റെയും ധരണിയുടെ മാരേജ്. അങ്ങനെയുള്ള ഞങ്ങളുടെ ഈ ഒരു മാരേജ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇതെനിക്ക് ഒരു ഡിഫറെൻറ്റ് വേയിൽ മറക്കാൻ പറ്റാത്തൊരു റിമാർക്കബിൾ മെമ്മറി ആണ് കേട്ടോ. സോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. ഞങ്ങൾ മീറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈ മാരേജ് സ്റ്റോറി. അങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണ ആലോചനയ്ക്ക് മുന്നേ. അതൊക്കെ ഞങ്ങളും ഫോളോ ചെയ്ത് പരസ്പരം രണ്ട് ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കല്യാണം എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയത്. അതിനു മുന്നേ പെണ്ണ് കാണൽ ചടങ്ങുന്നുണ്ടല്ലോ, പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ ഉൾട്ടയായിരുന്നു, ആണ് കാണൽ ചടങ്ങായിരുന്നു കേട്ടോ. കാരണം എന്തോ സാഹചര്യ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അവിടുന്ന് അവർക്കാർക്കും ഇവിടെ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഒട്ടും മടിച്ചില്ല, നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോയി അവിടെ ധരണീനെ ആണ് കാണുകയാണ് കേട്ടോ ചെയ്തത്. പെണ്ണ് കാണൽ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇതിന് മുന്നേ വന്ന അലയൻസിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഫോർമൽ പെണ്ണ് കാണൽ സീനൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ മീറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പം എനിക്ക് ആ ഒരു മുൻ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പെണ്ണ് കാണൽ ഇമാജിനേഷനൊക്കെ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, ആദ്യം ഫാമിലി എല്ലാവരും ഇരിക്കുന്നു, പെണ്ണ് ചായ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരു നടിച്ച് നടിച്ച് വരുന്നു, ആ ഒരു ലെവലാണല്ലോ. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തില് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അച്ഛനും അമ്മയും ധരണിയുടെ ഫാമിലി എല്ലാവരും വന്നിരുന്നു. ധരണി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ധരണി ഒരു ഗ്രീൻ കളർ ഷർട്ടും വെള്ള മുണ്ട്, ഗോൾഡൻ കറിയുള്ള മുണ്ടും ഉടുത്തിട്ട് കയ്യിൽ ചായ ഇല്ലാന്ന് മാത്രമുള്ള ഒരു വ്യത്യാസമുള്ളൂ. പുള്ളി ലാസ്റ്റ് ആണ് ആ ഹാളിലേക്ക് വന്നത്. എനിക്കത് ഭയങ്കര ഒരു വിയേർഡ് സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നോർമലി എന്താ ഒരു പെണ്ണ് കാണലിനെ നേരെ ഞങ്ങൾ ഉൾട്ടയാക്കി ആണ് കാണലാണ് നടന്നത്. അപ്പം ധർണിയുടെ അവസ്ഥ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ സമയത്താണ് ചെക്കൻ വന്നു, പുറകെ ചായയും വടയും വന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും കോമൺ ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. പിന്നെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നെ എല്ലാവരുടെയും സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് അന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തില്ല. ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ടോക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഒന്നോ രണ്ടോ പേർക്കല്ലാതെ ആർക്കും തമിഴ് അറിയില്ല. ധരണിയുടെ ഫാമിലിയിൽ ആർക്കും മലയാളം അറിയില്ല. ഇന്നും ഞാനും തന്നെ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് ഫാമിലി തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷെ എൻ്റെ അമ്മ അവിടെ അച്ഛനും അമ്മേനെ വിളിക്കുമ്പോൾ മലയാളത്തിൽ, അവിടെ അച്ഛനും അമ്മയും എൻ്റെ അമ്മേനെ വിളിക്കുമ്പോൾ തമിഴിൽ സംസാരിക്കും. പക്ഷെ കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്കയായിട്ട് മനസ്സിലാവും. ചില സമയങ്ങളിൽ ഞാനല്ലേ ധരണി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഇടയിലാണ് അത് സംഭവിച്ചത്. അമ്മ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്, ധരണിയുടെ അമ്മ. അപ്പം ഞാൻ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭയങ്കര വിയേർഡ് ആയിരിക്കില്ല. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഞാൻ പറഞ്ഞ തരേണ്ട കാര്യമില്ലല്ലോ. നമുക്കത് കുറച്ച് എന്താ പറയുക,
സ്ട്രെസ്ഫുൾ ആണ് ആ ഒരു മൊമെന്റ്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സൈഡിലേക്ക് നോക്കുന്നില്ല. അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ എല്ലാവരും സംസാരിക്കുന്നത് എല്ലാം മനസ്സിലായി എന്നുള്ളൊരു മുഖഭാവമൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അമ്മേനെ നോക്കുന്നുണ്ട്. എന്താണ് അമ്മയുടെ എക്സ്പ്രഷൻ എന്ന് അറിയാനായിട്ട്. അപ്പം അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അമ്മ ഫോണിൽ എൻ്റെ പെണ്ണ് കാണലിന് മുന്നേ അയച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ അമ്മ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അടുത്തിരിക്കുന്ന എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഫോണിലുള്ള ഫോട്ടോസ് നോക്കണം. അപ്പൊ എന്റെ മനസ്സിലെ അമ്മയുടെ ഒബിയസ്ലി അമ്മയുടെ മൈൻഡ് വോയിസ് ഫോട്ടോയിൽ കാണാൻ ചൗണ്ടലയും നേരിട്ട് കാണാൻ ഡ്രാക്കുളയും എന്നുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഇത്ര ഈസി ആയിട്ട് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് എനിക്ക് ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു 5 വർഷം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആവശ്യമില്ലാതെ ഇമാജിൻ ചെയ്ത് ആ പ്രഷർ ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര സ്ട്രെസ്ഡ് ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ, കുറച്ച് ഓവറല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓക്കെ കുഴപ്പമില്ല, പിന്നെ അമ്മയുടെ ഭാഗത്ത് തെറ്റുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചേഴ്സിനെ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം അവരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എൻ്റെ കുറച്ച് കാലം വരെ എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലുതായി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് പോലും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് മീറ്റ് ചെയ്ത് അവർ ടീച്ചറാണ്, ഇങ്ങനെ പ്രൊഫസറാണെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് അത്രയും നേരം ബ്ലാ 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 സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് സൈലൻ്റ് ആവും. പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് അത്യാവശ്യം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. കാരണം എന്താണെന്ന് അറിയില്ല, എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് പേടിയാണ്. ഇവിടെയാണെങ്കിൽ അമ്മ ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നവും പിന്നെ ഈ ഒരു ഇതും കൂടെ ആയിട്ട് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനായിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഇമാജിൻ ചെയ്ത് അവിടെ ഇരുന്ന് സ്ട്രെസ് അടിച്ച് കരയാൻ തുടങ്ങി. കരയാന്ന് പറഞ്ഞാൽ ലിറ്ററലി കരയല്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ നോക്കുന്നതൊക്കെ. അപ്പം ഇതൊന്നും ആരും ഞാൻ കരയുന്നതൊന്നും കാണുന്നില്ല. ഞാൻ ഓക്കെയാണ്, എൻ്റെ കണ്ണ് വേർക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ മാനേജ് ചെയ്ത് അവിടെ ഇരുന്നു. പക്ഷെ ഇതെല്ലാം വേറെ സിസ്റ്റർ കാണുന്നുണ്ടായിരുന്നു. കാണുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ ഞാനിങ്ങനെ ഇതാണ് റീസൺ എന്ന് അവർക്കറിയില്ല. ഞാനിങ്ങനെ കുറച്ച് സ്ട്രെസ്ഫുൾ ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പെട്ടെന്ന് എന്നെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. തനിയെ ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ പുള്ളിക്കാരത്തി വിചാരിച്ചു എനിക്ക് ആ ഒരു എന്താ പറയുക, പെണ്ണ് കാണൽ എന്ന് പറയുന്നതിൻ്റെ ടെൻഷനായിരിക്കും, ഞാൻ അതുകൊണ്ടാണ് ഇത്ര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല റീസൺ എന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പിന്നെ ഞാനായിട്ടത് പറയാനും പോയില്ല. കാരണം എനിക്കറിയാം അതെൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു ടെൻഷനാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ മൊമെന്റിൽ ആരായാലും എന്താ പറയുക കുറച്ച് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ അകത്ത് പോയി ചേച്ചിയായിട്ട് സംസാരിച്ചു. അങ്ങനെ ചേച്ചി എന്നെ സമാധാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് പിന്നെയും വന്ന് ഹാളിലിരുന്നു. അവര് കാരണവന്മാര് സംസാരം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അമ്മ എന്താണ് ഫോട്ടോ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പെണ്ണ് കാണാൻ ചടങ്ങിന് വരുന്നതിന് മുന്നേ കുറച്ച് ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഫുഡ് പോയ്സൺ ആയിട്ട് ഞാൻ അവിടെ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് സാധാരണ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഹോം സിക്നെസ് ഉള്ള ആളാണ്. എനിക്ക് ആദ്യം ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ടാണ് എനിക്കതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിയത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. എനിക്ക് വീട്ടിൽ പോകണം, എല്ലാവരെയും കാണണം. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വരും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ട്രെയിൻ കയറ്റി വിടുന്ന സമയത്ത് ഞാൻ കരഞ്ഞ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു പോവുക. ജോലിക്ക് പോകുന്നത്, സ്കൂളിലൊന്നും അല്ല, ഐ മീൻ കോളേജിലൊന്നും അല്ല, ജോലിക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് കുറച്ച് സീരിയസ് ആയിട്ട് ഉള്ളൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് ഹോം സിക്നെസ് ഉള്ള സമയത്ത് എനിക്ക് സുഖമില്ലാതാവും. ഐ മീൻ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എനിക്ക് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ അഡ്മിറ്റ് ആയി. എനിക്ക് 2 വീക്സ് മെഡിസിൻസ് തരുന്നു, എല്ലാം ചെയ്യുന്നു, എനിക്കൊന്നും ശരിയാവുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായത് എൻ്റെ യൂഷ്വൽ ഇഷ്യൂ ആണ്. പിന്നെ ഞാൻ അങ്ങനെ നാട്ടിലേക്ക് വന്ന് ഇവിടെ വന്ന് എനിക്ക് എല്ലാം ഓക്കെ ആയി. പിന്നെയാണ് പെണ്ണ് കാണൽ എന്നുള്ളൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വെയിറ്റ് നല്ല ന്യായമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ന്യായമായ രീതിയിൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയല്ല. പക്ഷെ എൻ്റെ വെയിറ്റ് 37 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലാവുമല്ലോ അതൊരു ഫാക്ടർ ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് അത്രയും റെഡ്യൂസ് ആയിട്ട്
ഞാൻ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഫോണിൽ. അമ്മ അതാണ് നോക്കിയത്, അല്ലാതെ വേറെ പാവം അതൊന്നും വിചാരിച്ചില്ല. പക്ഷെ ആ സമയത്ത് എനിക്കത് ഭയങ്കര ടെൻഷൻ തന്ന കാര്യം. പിന്നെയാണ് എനിക്കിത് മനസ്സിലായത് ഇതാണ് റീസൺ എന്നുള്ളത്. ഇപ്പോ ഇപ്പഴും ധരണയും അവരുടെ കസിൻസും ഒക്കെ എന്നെ ഇതും പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. ദെൻ രണ്ടുപേരുടെയും ഫാമിലി പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഹാപ്പി ആയിട്ട് രണ്ട് ഫാമിലിയും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാണല്ലോ. അപ്പം എന്നെ റൂമിലാക്കിയിട്ട് എൻ്റെ ഫാമിലി നാട്ടിലേക്കും ധരണയുടെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരും തിരിച്ചു പോയി. രണ്ട് ഫാമിലിയും പോയതിന് ശേഷം ഞാനും ധരണയും മീറ്റ് ചെയ്ത് പെണ്ണ് കാണൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. സോ അത് കഴിഞ്ഞ് ഫാമിലി ഒക്കെ എല്ലാവരും വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഫോണൊക്കെ വിളിച്ച് നമുക്ക് ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം, രണ്ട് ഫാമിലിക്കും അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ ഏപ്രിൽ 26-നാണ് നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്തത്. സോ സ്റ്റോറി വിൽ കണ്ടിന്യൂ ഇൻ അനദർ വീഡിയോ. ടാറ്റാ ബൈ.